അവിടെ തടിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായും ആദ്യം മുതൽക്കേ തന്നെ ഇത്തരത്തിലൊരു വിഷയത്തിൽ ദിലീപ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും മറിച്ച് അഭിപ്രായം പറയുന്ന ജനക്കൂട്ടത്തെയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത്. ഇവിടെ ശ്രീ സജി നദിയായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട നടി എന്നതിനൊപ്പം തന്നെ ഈ വിധത്തിൽ വെറും ഒരു ആരോപണ വിധേയനാണ്, അല്ലെങ്കിൽ വെറും ആരോപണങ്ങൾക്ക് ആരും വിധേയനായിക്കൂടാ എന്നൊരു സ്റ്റാൻഡ് പലരും എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറിച്ച് നേരിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുമുള്ളത്. സൗമ്യ, ഈ കേസിൽ നെല്ലും പതിരും തിരിയുകയാണ്. പോലീസ് നടപടികളിലേക്ക് കടക്കുന്നു. ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെതിരെ വലിയ വികാരമാണ് ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് ഈ നാട്ടുകാരനാണ്, ഇവിടെ വർഷങ്ങളായി ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആനുകൂല്യങ്ങളൊന്നും നാട്ടുകാർ ദിലീപിന് നൽകുന്നില്ല. ഈ കേസിൽ കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി നടപടിയിലേക്ക് കടന്നു. പോലീസിനെ ഏവരും ശ്ലാഘിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസുകാർ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവർക്ക് അനുകൂലമായി നാട്ടുകാർ മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസിനെ അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ആലുവ പോലീസ് ക്ലബിന് മുന്നിലുള്ളത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടവരാണെന്നോ അല്ലെന്നോ നോക്കുന്നില്ല. ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പുറത്തു വരുന്ന ഏവരെയും നാട്ടുകാർ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് മലയാളിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. വളരെ ദാരുണമായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടി, നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു നടി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം നോക്കിക്കണ്ടത് എന്ന് നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകും. കാരണം ഇതിന്റെ സത്യം അറിയേണ്ടതുണ്ട്. ആരെയും സംശയത്തിന്റെ നിഴൽ നിർത്തരുത്, ആരുടെയും ഇരുട്ടിൽ നിർത്തരുത് എന്നായിരുന്നു ജനങ്ങളുടെ പൊതുവിലുള്ള പ്രതികരണം. ഇതിനായി ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളും വലിയ തോതിലുള്ള ക്യാമ്പയിനാണ് നടത്തിയത്. ഇതിന് പിന്നിൽ ആരായാലും, ഏതു തരത്തിലുള്ള ആളായാലും, സിനിമാ മേഖലയിൽ നിന്നുള്ളവരായാലോ സിനിമാ മേഖലയിൽ നിന്ന് അല്ലാത്തവരായാലോ പോലീസ് കൃത്യമായ നടപടികളിലേക്ക് കിടക്കണം, മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നായിരുന്നു ജനങ്ങളുടെ വികാരം. ആ വികാരത്തിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിൽ കാണുന്നത്. പോലീസിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കുന്നു, പോലീസിനെ അഭിനന്ദിക്കുന്നു, ദിലീപിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നൊരു ആവശ്യമാണ് ജനങ്ങൾ. ആ വിധത്തിൽ തന്നെയാണ് ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലുവ പോലീസ് ക്ലബിനുള്ളിൽ ദിലീപുണ്ട്. നാദിർഷയെ കസ്റ്റഡിയിൽ എടുത്തു എന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനയുമുണ്ട്.